ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയും അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഒരു 2 അല്ലി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ സവാള ഇടണം. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് വഴറ്റണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് 3ഉം ആവശ്യത്തിനുള്ളത് ഇടുക. ഇപ്പം ഞാനത് 5 പേർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണിത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സബോളൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഇത് ഇനി ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ മാത്രം കേട്ടോ. അത് പെരുംജീരകമാണോ ചെറിയ ജീരകമാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ചിക്കനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കറിയത്തെ ചിക്കൻ വെറുതെ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അതും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ ആഡ് ചെയ്ത് ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു പീസ് ബ്രെഡിൽ ഞാൻ ചീസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് മയോണീസ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതാണ് ഞാൻ പറഞ്ഞ ചീസ്. അപ്പോൾ അതിലേക്ക് ഈ മയോണീസിലേക്ക് ഞാൻ കുറച്ച് സോസ് വെച്ചിട്ടുണ്ട്. ഇത് സോസ് ഒഴിക്കണേക്കാട്ടി മുമ്പ് ഞാൻ മയോണീസ് കുറച്ച് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് മറ്റേ സോസ് ഒഴിച്ചിട്ടുള്ള മയോണീസാണ്. അത് ആദ്യം ഇതിൽ തേച്ചിട്ട് നമ്മുടെ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മറ്റേ ബ്രെഡിൻ്റെ മുകളിൽ ചീസ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചീസ് വെക്കണേക്കാട്ടി മുമ്പ് നിങ്ങൾ ഒരു സോസ് ആഡ് ചെയ്തിട്ട് ചീസ് വെക്കണം നല്ലത്. പക്ഷേ ഞാൻ വെച്ച് പോയി, അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ ചീസിൻ്റെ മുകളിലായിട്ട് ഇത് കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് വെക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കൂടി ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ കുറച്ചൊക്കെ ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ നല്ല ഇഫ്താറിനൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.